ശക്തരായ പല വ്യക്തികളെക്കുറിച്ചും ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഗോലിയാത്താണ്. അവൻ കാഴ്ചയ്ക്ക് ശക്തനാണ്, ആയുധങ്ങൾ ധരിച്ചിട്ടുണ്ട്. അവൻ ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ഈ ശക്തനായവനെ പരാജയപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ചത് ശക്തി കുറഞ്ഞ ഒരു ബാലനായ ദാവീദിനെയാണ്. ശക്തനായ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുവാൻ ദൈവം ഈ ദാവീദിൻ്റെ കൂടെ. ശക്തനെന്ന് അവകാശപ്പെടുന്ന വേറൊരു വ്യക്തിയാണ് ഹെരോദാവ്. ഹെരോദാവ് യാക്കോബിനെ കൊന്നു, പത്രോസിനെ പിടിച്ച് ജയിലിലിട്ടു. എന്നാൽ അപ്പസ്തോല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരു ദൂതൻ അടിച്ചപ്പോൾ തന്നെ ഹെരോദാവ് ക്രമിക്കിരയായി. ഇവരുടെ ആരുടെയും ശക്തി കൊണ്ട് അവർക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ബൈബിളിൽ തന്നെ നമ്മൾ വായിക്കുന്നു, ശക്തി കുറഞ്ഞതെന്ന് തോന്നുന്ന ചില ജീവികളെ ദൈവം വളരെ ശക്തിയോടെ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. സദൃശവാക്യങ്ങൾ 30-ാം അധ്യായത്തിനകത്ത് 4 ജീവികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഉറുമ്പാണ്. അത് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കും. രണ്ടാമത്തേത് കുഴിമുയിലാണ്. കുഴിമയിൽ ശക്തിയില്ലാത്ത ജാതി എങ്കിലും അത് പാർപ്പിടം ഉണ്ടാക്കുന്നത് പാറയിലാണ്. മൂന്നാമത്തേത് വെട്ടുക്കിളിയാണ്. വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും അത് അണിയണിയായി പുറപ്പെടുന്നു. നാലാമത്തെ ജീവി പല്ലിയാണ്. സാധാരണ പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും പല്ലി വസിക്കുന്നത് മിക്കവാറും രാജാക്കന്മാരുടെ അരമനകളിലാണ്. അപ്പോൾ ശക്തി കുറഞ്ഞ ജീവികളെപ്പോലും ശക്തമായി പരിപാലിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. പൗലോസ് ഒരു പ്രാവശ്യം ദൈവത്തോട് പരാതി പറഞ്ഞു. തൻ്റെ ബലഹീനതയെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതകളിൽ ശക്തിയെ തീരും. നമ്മുടെ ബലങ്ങൾ പോകും, നമ്മുടെ ആരോഗ്യം പോകാം, പക്ഷേ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ബലഹീനതയിൽ ശക്തിയാണ്. നമ്മളെ ബലപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായി വരും. I can do all things through Jesus Christ who strengthened in me. എന്നെ ശക്തനാക്കുന്ന ഈ ദൈവ മുഖാന്തരം എനിക്ക് സകലതും കഴിയും. അപ്പോൾ നമ്മുടെ ശക്തി പലപ്പോഴും പരിമിതമാണ്. പല മേഖലകളിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. എന്നാൽ ഈ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കും പറയാൻ പറ്റും, ഐ ക്യാൻ ഡു ഓൾ തിങ്സ്, എനിക്കെല്ലാം ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ പരാജയപ്പെട്ടു പോകുവാൻ ഈ ശക്തനായ ദൈവം അനുവദിക്കത്തില്ല. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ദൈവത്തിൻ്റെ ബലം എന്ന് പറയുന്നത് അമിത ബലമാണ്. അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ്. നമ്മുടെ ബലത്തിനും ശക്തിക്കുമൊക്കെ ഒരു പരിമിതി ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ അമിത ബലത്തിലാണ് നാം ശക്തിപ്പെടുന്നതെങ്കിൽ ഒരു ദുഷ്ടശക്തികൾക്കോ ഒരു അധികാരങ്ങൾക്കോ ഒരു അന്ധകാര ശക്തികൾക്കോ നമ്മളെ പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല. ദൈവം സർവശക്തനാണ്. നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മളെ ബലത്തോടെ നടത്തുന്ന ദൈവം സർവശക്തനാണ്. പ്രിയരെ, നമ്മുടെ ബലമെല്ലാം ചോർന്നു പോകും. ബലവാന്മാരെല്ലാം വേഗത്തിൽ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ബലഹീനതയിലും ശക്തി പകർന്ന് നമ്മളെ ബലത്തോടെ നടത്തുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഈ സാന്നിധ്യം നമ്മളെ ശക്തീകരിക്കട്ടെ. നാം ക്ഷീണിച്ചു പോകുമ്പോൾ, മടുത്തു പോകുമ്പോൾ, പരാജയപ്പെട്ടു പോകുമ്പോൾ ശക്തിയോടെ നമ്മെ നടത്തുവാൻ, നമുക്കെതിരെ വെല്ലുവിളിക്കുന്ന ശക്തന്മാരായ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ നമ്മളിൽ വസിക്കുന്ന ഈ ദൈവശക്തി കൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിയട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.